ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നോമ്പ് എത്തിയില്ലേ? എല്ലാവരും നോമ്പിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മാനസികമായിട്ടും അതുപോലെ തന്നെ നമ്മളെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കാനും അല്ലേ? മനസ്സാണ് ആദ്യം വൃത്തിയാക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ആ ഒരു ക്ലീനിങ് ഒക്കെ ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നോമ്പിൻ്റെ തൊട്ട് മുന്നേ ചെയ്ത് വെക്കുന്ന കുറച്ച് പണികളാണ് കാണിക്കുന്നത് കേട്ടോ. എല്ലാവരും ചെയ്യണമെന്നില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കുറച്ചധികം നേന്ത്രക്കായ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മളെ വലിയ പഴമാണ് കേട്ടോ, ഇത് നേന്ത്രപ്പഴം. അപ്പോൾ ഒരു 5 കിലോ ഉണ്ട്, നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പഴമാണ് കേട്ടോ, ഇവിടെ വാങ്ങിച്ചതല്ല. അപ്പോൾ അത് പുഴുങ്ങിയതിന് ശേഷം ഞാനത് ചൂടോട് കൂടി തന്നെ ഒരു പൊട്ടറ്റോ മാഷർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല, ശരിക്കും ഡയറക്റ്റ് തന്നെ നമുക്ക് എഗ് ബീറ്റർ വെച്ചിട്ട് അരക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ പഴം അത്ര പോരാ, ഇതൊരു കല്ല് പോലെ നിൽക്കുന്നത് ഞാൻ പുഴുങ്ങിയതിൻ്റെ ശേഷം. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തത്. അതിന് ശേഷം അത് ഞാൻ എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പഴത്തിൽ ചിലർ പഞ്ചസാര ചേർക്കലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഞാൻ ചേർക്കില്ല. അല്ലാണ്ട് തന്നെ നമ്മൾ മാക്സിമം ഒരുപാട് പഞ്ചസാര നമ്മൾ കഴിക്കുന്നുണ്ട്, അപ്പോൾ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ അരച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ടൻ്റെ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കൽ. അപ്പോൾ അതൊരു പാൻ വെച്ച് കൊടുത്തോണ്ട് അതിലേക്ക് ആദ്യം തന്നെ നെയ്യാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മൾക്ക് പശു നെയ്യ് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 5 കിലോ പഴമാണ് ഞാൻ എടുത്തത്. അപ്പോൾ ആ ഒരു നെയ്യ് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത അണ്ടിപ്പരിപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. പച്ച ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനത് ഒന്ന് നന്നായിട്ട് കൊത്തി അരിയാന്ന് പറയില്ല, നമ്മൾ ഭയങ്കരമായിട്ട് ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പാണ്. അതിൻ്റെ ഒന്നും അളവ് പറയണില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചേർക്കുക. അത് ഇതാ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഞാനൊരു 15 മുട്ടയും എടുത്തിട്ടുണ്ട്. 15 മുട്ടയും പഞ്ചസാരയും കുറച്ച് ഏലക്കായിൻ്റെ പൊടിയാണ് കേട്ടോ. അതൊന്നും പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് ഒരുപാട് കാണിക്കുന്നത് കൊണ്ടാണ്, ചെറിയ വീഡിയോ ഷോർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് മൊത്തത്തിൽ കാണിക്കാത്തത്. അപ്പോൾ അത് 15 മുട്ടയും കുറച്ച് പഞ്ചസാരൻ്റെ അളവും ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തർക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ലൈറ്റ് മധുരമായിരിക്കും ചിലർക്ക് ഇഷ്ടം ഉണ്ടാവുക, ചിലർക്ക് നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതാ ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് ഇതിനൊന്ന് ഡ്രൈ ആക്കി ചിക്കി എടുക്കുക കേട്ടോ. ചിക്കി പൊരിച്ചെടുക്കുക എന്ന് പറയില്ല നമ്മൾ, ഇതാ ഈ ഒരു രീതിയിൽ ആ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്താണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഒന്ന് എത്ര വലുപ്പത്തിലുള്ള ഉരുളക്കായാണോ നിങ്ങൾക്ക് വേണ്ടി അതിനനുസരിച്ച് ഉരുട്ടിയെടുക്കുക കേട്ടോ. വലിപ്പമൊക്കെ അതിനനുസരിച്ച് തീരുമാനിച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ചധികം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ സ്വന്തം ആവശ്യത്തിന് ഉണ്ടാക്കുന്നതായതുകൊണ്ട് കുറച്ച് വലുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കല്. പിന്നെ എൻ്റെ വലുപ്പം കണ്ടിട്ട് നിങ്ങൾ ചിരിക്കേണ്ട, ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു പഴത്തിന് ഞാൻ പറഞ്ഞല്ലോ, അത് ഉരുട്ടാൻ കുറച്ചൊരു പ്രയാസമുണ്ട്. കാരണം ഈ ഒരു പഴം ഒരു കല്ല് പോലെ നിൽക്കുന്നു. അപ്പം ഇത് നാട്ടിൽ നിന്ന് ഉമ്മ കൊടുത്തയച്ച പഴമായിരുന്നു. പക്ഷെ പുറമെ കണ്ടപ്പോൾ നന്നായിട്ട് പഴുത്ത പോലെയാണുള്ളത്. പക്ഷെ പുഴുങ്ങി കഴിഞ്ഞതിന് ശേഷം ഇതത്ര ഇതില്ല, അപ്പോൾ ഒരു ഹാർഡായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കുറച്ച് വലുപ്പത്തിലാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. കയ്യിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നന്നായിട്ട് പരത്തി ഒരു പത്തിരി പോലെ പരത്തിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ശരിക്കും ഈ ഉന്നക്കായി എന്ന് പറയുന്നത് മുട്ടൻ്റെ ഫില്ലിങ് വെച്ച് ചെയ്യുന്നതിന് പറയുന്ന പേരല്ല കേട്ടോ. ശരിക്കും ഉന്നക്കായി എന്ന് പറയുന്നത് ഉന്നക്കായയിൽ നമ്മൾ തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങ, പഞ്ചസാര, ഏലക്കായും അണ്ടിപ്പരിപ്പ്, കിസ്മിസ് അതൊക്കെ ഇട്ടിട്ട് ഇതേപോലെ തന്നെ ഒലത്തിയെടുത്ത തേങ്ങ ഒലത്തിയതാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നതിനാണ് ഉന്നക്കായി എന്ന് പറയുന്നത്. ഈ ഒരു മുട്ടൻ്റെ ഫില്ലിങ് വെക്കുന്ന സാധനത്തിന് പറയുന്നതാണ് കായട എന്ന് പറയുന്നത്. അതിന് കായട എന്നാണ് പറയുക. കായടയും ഉന്നക്കായിൻ്റെ ഷേപ്പിലും ഉണ്ടാക്കും, പിന്നെ അടൻ്റെ ഷേപ്പിലും ഉണ്ടാക്കും. രണ്ടിനും കായട എന്നാണ് പറയുക. ഇതിൻ്റെ ഉള്ളിൽ മുട്ട വെക്കുന്നതിനാണ് കായട എന്ന് പറയുന്നത്, തേങ്ങ വെക്കുന്നതിനാണ് ഉന്നക്കായി എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മളെ സൗകര്യാർത്ഥം നമുക്ക് ഇഷ്ടമുള്ള, ഇവിടെ മക്കൾ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ തിന്നൂല, മൂന്നാക്കും തേങ്ങ ഇടുന്നത് ഇഷ്ടമല്ല. ബാസി പിന്നെ ഒരു ഫ്രൈഡ് ഐറ്റംസും കഴിക്കൂല. ആകെ തിന്നാന്ന് പറയുന്നത് ബാസി ആച്ചി ലിയാനയാണ്, അവർക്ക് തീരെ തേങ്ങൻ്റെ ഫില്ലിങ് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ നമ്മളത് മുട്ടയിൽ ചെയ്യുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ഇതേപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഫുള്ളായിട്ട് ഇങ്ങനെ ഉരുട്ടി 3-4 ട്രയലാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ഇങ്ങനെ തന്നെ നമ്മൾ ഫ്രീസറിലേക്ക് വെച്ചിട്ട് ഫ്രീസ് ചെയ്ത് എടുക്കുക കേട്ടോ. ഒരു 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് ഫ്രീസറിൽ വെക്കണം. മിനിമം 2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ ഇതേപോലെ പരത്തിയിട്ട് വെക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് ആ ഒരു 2-2.5 മണിക്കൂറോളം ഞാൻ ഫ്രീസ് ചെയ്ത് എടുത്തതാണ്. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് ഐസായിട്ടുണ്ട്. ഇതിങ്ങനെ പരത്തി വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ഓരോന്നോരോന്നായിട്ട് അടർത്തി എടുക്കാനും പറ്റും ഈസി ആയിട്ട്. ഇതിപ്പോൾ കണ്ടില്ല, ഇങ്ങനെ അടർത്തി എടുത്തതിന് ശേഷം നമ്മളിത് മാറ്റി നമ്മൾ കവറിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലോ എങ്ങനെയാണ് നിങ്ങൾ സൂക്ഷിക്കാൻ വെക്കൽ എന്ന് വെച്ചാൽ അതിൽ ഇതേപോലെ എടുത്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ ബാഗിലാണ് വെക്കൽ കേട്ടോ, അങ്ങനെ സിപ്പ് ലോക്കിൻ്റെ കവറിലാണ് ഇട്ട് വെക്കൽ. ഇതാകുമ്പോൾ സ്ഥലം നമുക്ക് കുറേ കിട്ടും. ഫ്രീസറിൽ പെട്ടെന്ന് ബോക്സുകൾ വെച്ച് കഴിഞ്ഞാൽ ഫ്രീസർ പെട്ടെന്ന് ഫുള്ളായി പോകും. അതിനാണ് നമ്മൾ ഈ സിപ്പ് ലോക്കിൻ്റെ ബാഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ആവശ്യത്തിന് നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നോരോന്ന് എടുക്കാം, ഒന്നിച്ച് ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ടില്ല.
ഇനിയിപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ചധികം മാങ്ങ ഞാൻ ഇതേപോലെ തന്നെ മുറിച്ച് ഈ ഒരു ട്രേയിൽ തന്നെ ഇങ്ങനെ നിരത്തി വെക്കുന്നുണ്ട്. ഇതിന് ഇതേപോലെ ഫ്രീസ് ചെയ്ത് എടുത്തതാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഫ്രീസ് ചെയ്ത് എടുത്തതാണിത്. 2 മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രീസറിൽ വെച്ചിട്ട് ഇതേപോലെ ഐസാക്കി എടുക്കുക. ഐസാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ പരത്തി വെച്ചതുകൊണ്ട് തന്നെ ഓപ്പൺ ആക്കി വെച്ചതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു ഓരോരോ പീസായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ കണ്ടില്ല. ഇനി ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മളിങ്ങനെ ഓരോ പീസായിട്ട് ഇങ്ങനെ അടർത്തി എടുത്തിട്ട് നമ്മൾ ഇതേപോലെ കവറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്രൂട്ട്സ് ആയാലും അതേപോലെ തന്നെ നമ്മൾ സ്നാക്ക് ആയാലും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒന്നിച്ചതെടുത്ത് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ ഐസ് പോകുന്നവരെ നമുക്ക് കാത്ത് കണ്ടില്ല. നമുക്കിപ്പോൾ ഒരു ഉന്നക്കായി എടുക്കുകയാണെങ്കിൽ ഒരു 4 പീസ് 5 പീസാണ് നമുക്ക് ഉന്നക്കായി വേണ്ടിയെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ നിന്ന് അപ്പം തന്നെ നമുക്ക് ബാഗിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ വേണ്ടി കിട്ടും. 5 എടുത്തിട്ട് ബാക്കി അപ്പം തന്നെ നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതാണ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം കേട്ടോ. ഒന്നിച്ചങ്ങ് വെക്കാണ്ട് ഇതേപോലെ ചെയ്യാം. മറ്റേത് നമ്മൾ എങ്ങനെ മേലെ കവറിട്ട് വെച്ചാലും അല്ലെങ്കിൽ പേപ്പർ ഇട്ട് വെച്ചാലും ഒക്കെ ഫ്രീസ് ആയി കഴിഞ്ഞാൽ ഒന്നിച്ചങ്ങ് തണുത്തിട്ട് ഇതായി പോവുക ചെയ്യുക. ഒരു ലെയറിലുള്ളത് കംപ്ലീറ്റ് അങ്ങ് ഐസായി പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോ പീസായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് ഓരോ ദിവസവും എടുക്കാം. കുറേശ്ശെ എത്ര പീസാണ് മാങ്ങ വേണ്ടിയെന്ന് വെച്ചാൽ ആ ഒരു പീസ് മാത്രം എടുത്തിട്ട് ബാക്കി അപ്പം തന്നെ ഫ്രീസറിലേക്ക് കയറ്റി വെക്കാം. അതേപോലെ തന്നെയാണ് എല്ലാ സ്നാക്കും കേട്ടോ. ഞാൻ എല്ലാ സ്നാക്കും ഫ്രൂട്ടും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് കുറച്ചധികം ഗരം മസാല ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നോമ്പിനേക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുന്ന ഗരം മസാല അല്ല, വേറെ ആവശ്യത്തിനുള്ളതാണ്. അപ്പോൾ ഞാൻ 3 കപ്പ് നിറച്ച്, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കപ്പളവിൽ പറഞ്ഞിരുന്നത്. 3 കപ്പ് നിറച്ച് പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തത്. ആ പെരിഞ്ജീരകങ്ങൾ കഴുകുന്നതും ഇതാക്കുന്നതൊക്കെ നിങ്ങളെ ഇഷ്ടം എങ്ങനെയാണ് തുടച്ചെടുക്കുക കഴുകിയെടുക്കുകയൊക്കെ ചെയ്യുക. ഇനിയിപ്പോൾ അത് അതിലേക്ക് ഒരു 1/4 കപ്പ് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ കയ്യളവായതുകൊണ്ട് ഇളക്കി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ 1/4 കപ്പ് പോരാ, ആദ്യത്തെ 1/4 കപ്പ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലിതാ ഏകദേശം ഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് ഏലക്കായാണ് ഞാൻ ഈ ഒരു 3 കപ്പ് പെരിഞ്ജീരകത്തിലേക്ക് ഞാൻ എടുത്ത് കേട്ടോ. 1/2 കപ്പ് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏലക്കായൻ്റെ നേരെ പകുതി മതി ഗ്രാമ്പു എടുക്കുമ്പോൾ കേട്ടോ. ഗ്രാമ്പു 1/4 കപ്പ് മതി. നമ്മൾ ഏലക്കായ 1/2 കപ്പല്ല എടുത്ത്, അപ്പോൾ ഗ്രാമ്പു ഒരു 1/4 കപ്പ് മതി. എന്നിട്ടൊന്ന് കൈ കൊണ്ട് ഇളക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സ്ഥിരം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കുന്നത്. ഇതിപ്പോൾ റെഡിയാണ്. ഇനിയിപ്പോൾ വേണ്ടി നമ്മൾ ഏലക്കായ എടുത്ത അതേ രീതിയിൽ തന്നെ 1/2 കപ്പോളം പട്ട വേണം. പട്ട കുറച്ച് കൂടുതൽ നിൽക്കണം കേട്ടോ. പട്ട ഏലക്കായൊക്കെയാണ് കുറച്ചധികം നിൽക്കേണ്ടത്. അപ്പോൾ അതാ ഒരു 1/2 കപ്പോളം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കൈ കൊണ്ട് ഇളക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മതിയോ ഇല്ല എന്നുള്ളത്. അപ്പോൾ റെഡിയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വേണ്ടത് പെരിഞ്ജീരകമാണ്. ബാക്കി എല്ലാം ഇതേപോലെ. ഇനിയിപ്പോൾ വലിയ പീസ് പട്ടയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് മിക്സി പെട്ടെന്ന് അങ്ങ് കേടുവന്നു പട്ട പൊടിക്കുന്ന സമയത്ത്. പട്ട നന്നായിട്ട് മാക്സിമം ചെറുതാക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഒടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ 2 ബേ ലീഫ്, നമ്മൾ കറാമ്പട്ടൻ്റെ ഇല എന്ന് പറയുന്നത്. ബേ ലീഫ് ശരിക്കും കറാമ്പട്ടൻ്റെ ഇല അല്ല, വേറൊരു വയന ഇല എന്ന് പറയുന്ന ഒരു ഇല ഉണ്ട്. പക്ഷെ ഇതല്ല, ഇത് കറാമ്പട്ടൻ്റെ ഇലയാണ് കേട്ടോ. അത് ഉണക്കിയതാണ്. അത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിനങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു ഫ്ലേവർ ഒന്നും വരാനൊന്നുമില്ല. പക്ഷെ ഉണ്ടെങ്കിൽ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ 2 ഇട്ടുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതെല്ലാം ചേർത്തതിന് ശേഷം മാത്രമേ നമ്മൾ തീ കത്തിച്ച് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് പാൻ ഒന്ന് ചൂടായി എന്ന് കണ്ടാൽ, പാൻ ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ തീ ചെറുതാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഈ ജീരകം ഒന്നും പൊട്ടുന്ന വരെ ഒന്നും വെയിറ്റ് ചെയ്യരുത്. ജസ്റ്റ് കൈകൊണ്ട് തൊട്ട് നോക്കിയാൽ നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന പാകം ആയാലും മാത്രം മതി. ആ ഒരു ചൂടായാൽ മാത്രം മതി. ഒരുപാട് അങ്ങോട്ട് വറുത്തെടുക്കരുത്. അപ്പം അതിൻ്റെ ഫ്ലേവറൊക്കെ ഇല്ലെങ്കിൽ വറുത്തതിൽ പോയി പോട്ടെ, വേറൊരു ഫ്ലേവറാണ് വരിക. അപ്പോൾ അതായത് ഇപ്പം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഞാൻ കൈകൊണ്ട് പിടിച്ച് കാണിച്ചു തരാം. അതിപ്പോൾ കണ്ടില്ലേ, നല്ല ചൂടുണ്ട്. എന്നാലും കൈകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ചൂടേ ഇതിനുള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെക്കട്ടെ. ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, പൊടിച്ചെടുക്കാൻ വേണ്ടി. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ അത് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് 2-3 പ്രാവശ്യം ആക്കിയിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതിന് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. ഇതിനെങ്ങനെ സൂക്ഷിക്കാന്ന് വെച്ചാൽ, എൻ്റെ ആവശ്യത്തിനുള്ളത് മാത്രം കുറച്ച് ഞാൻ ഒരു കുപ്പിയിലേക്ക് ഇട്ട് വെക്കും. ബാക്കി ഞാൻ കവറിലിട്ടിട്ട് ഫ്രിഡ്ജിലാണ് വെക്കൽ കേട്ടോ. സോറി, ഫ്രീസറല്ല, ഫ്രിഡ്ജിൽ. കവറിലിട്ടാന്ന് വെച്ചാൽ ഒരു കവറിലിട്ടിട്ട് നന്നായി കെട്ടുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു കവറിലും കൂടി ഇടുക, പിന്നെ ഒരു കവറിലും കൂടി ഇടുക. ഞാനിവിടെ 3 കവറിലാക്കിയിട്ടാണ് ഇത് കെട്ടി വെക്കൽ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലേവർ ഒന്നും നഷ്ടപ്പെടില്ല. എപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്തും അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ സാധാരണ വെക്കുന്ന കുപ്പിയിൽ കുറേശ്ശെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യൽ. എനിക്കിതുവരെ ഇതിന് തകരാറൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടാക്കി വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 1 കിലോ വെളുത്തുള്ളിയാണ് എടുത്തത്. അപ്പോൾ കുറച്ച് ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക. വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തോലൊളിക്കാൻ കഴിയും. ഇതിപ്പം ചെറുതായാലും വലുതായാലും ഒക്കെ നമുക്ക് ഇതേപോലെ പെട്ടെന്ന് തോലൊളിക്കാൻ കഴിയും കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ ഈ ഒരു മൊത്തി ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊളിക്കാൻ കിട്ടും. ഞാൻ മൊത്തി ഇല്ലാത്ത ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമുക്ക് തിരുമ്മി കൊടുത്താൽ മതി കേട്ടോ. കൈകൊണ്ടൊന്ന് ഇങ്ങനെ തിരുമണ സമയത്ത് തന്നെ ആ തോല് മൊത്തത്തിൽ ഇങ്ങ് പോരും. ഇങ്ങനെ ഇത് മൊത്തത്തിലൊന്ന് പൊളിച്ചെടുക്കുക. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ എല്ലാം തോല് പോക്കി കൊണ്ടുവന്നിട്ടുണ്ട്. വൃത്തിയാക്കി എടുത്തതാണ്. തോല് പോക്കി ഒന്ന് കഴുകിയെടുക്കുക. ഇനിയിപ്പോൾ അതാ ഇഞ്ചി അത്ര തന്നെ ഏകദേശം. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ അത്രയും വേണ്ട. അപ്പോൾ അതൊരു കിലോ എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊരു 3/4 കിലോ ഒക്കെ മതി. 3/4 കിലോ കുറച്ചും കൂടെ വേണം.
ഇനിയിപ്പോൾ അത് ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. രണ്ടും ഇതാ റെഡിയാക്കി വെച്ചാണ്. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ അത് അരക്കലെന്ന് വെച്ചാൽ ആദ്യം ചോപ്പറിലിട്ടിട്ട് ഒരേപോലെ അളന്നെടുത്തിട്ട് ഒന്ന് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കും. ഒന്ന് നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കും. എന്നിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ എളുപ്പം അതാണ് തോന്നൽ കേട്ടോ. മറ്റേത് ചില പീസസ് ഒക്കെ നന്നായിട്ട് അരഞ്ഞു വരും, ചിലത് അരയാത്തതൊക്കെ ഉണ്ടാവും. മുഴുവനത്തോടൊക്കെ മിക്സിയിൽ ഇട്ട് കൊടുത്താൽ ഓരോരുത്തരുടെ മിക്സിൻ്റെ പാകം പോലെ ഇരിക്കും. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യൽ, നന്നായിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് 2 ബാച്ചായിട്ട് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് സൂക്ഷിക്കേണ്ടതുകൊണ്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ ഇട്ടു. ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒഴിക്കുക. 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതാണ് കേട്ടത്. ഇതിന് കംപ്ലീറ്റ് ഇതേപോലെ അരച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇതിപ്പോൾ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മൾ 2-3 ബാച്ചായിട്ട് അരച്ചെടുത്തത് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നനഞ്ഞ സ്പൂണോ കയ്യിലൊന്നും ഇടരുത് കേട്ടോ, ഉണങ്ങിയതായിരിക്കണം ഇടുന്നത്. ഇനിയിപ്പോൾ ഇത് സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലാസ് ബോട്ടിലാണ് സൂക്ഷിക്കേണ്ടത്. ഗ്ലാസിൻ്റെ പാത്രം എടുക്കുക. ഗ്ലാസിൻ്റെ പാത്രത്തിലിട്ടിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഐസ് ഉണ്ടാക്കുന്ന ഐസിൻ്റെ ട്രേ ഇല്ല, ആ ട്രേയിൽ നന്നായിട്ട് നിറച്ച് കൊടുത്തിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കട്ടോ. ഒന്ന് നന്നായിട്ട് ഐസായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഉന്നക്കായൊക്കെ പറഞ്ഞ പോലെ ഐസാക്കി കഴിഞ്ഞതിന് ശേഷം ആ ഓരോ ക്യൂബും എടുത്തിട്ട് നിങ്ങൾക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്യാം. ഞാനിങ്ങനെയാണ് വെക്കൽ. ഇത് അപ് ടു 6 മന്ത് 6 മാസം വരെ ഇതൊന്നും വരില്ല കേട്ടോ. ഒന്നും സംഭവിക്കില്ല, കളർ പോലും മാറൂല. ഇതിങ്ങനെ തന്നെ വെക്കാം. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് നോമ്പിനേക്കുള്ള സർബത്ത് ഉണ്ടാക്കലാണ് കേട്ടോ. ഇത് നന്നാറി സർബത്താണ്. ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ. നന്നാറിൻ്റെ പേര് എപ്പോഴും എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിന് അറിയാം. എല്ലാ നോമ്പിനും നമുക്കിത് നിർബന്ധമുള്ള ഒരു സാധനമാണ് ഈ ഒരു നന്നാറി സർബത്ത് എന്ന് പറയുന്നത്. അപ്പം നന്നാറിൻ്റെ വേരും പഞ്ചസാരയാണിത്. നന്നായിട്ടൊന്ന് ഇതാക്കിയെടുക്കുക, കുറുക്കിയെടുക്കുക. കുറച്ച് സമയം എടുക്കും ഇതിങ്ങനെ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. പിന്നെ അത് ക്രിസ്റ്റലൈസ് ആവാണ്ടിരിക്കാൻ വേണ്ടി കുറച്ചൊരു ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സർബത്ത് ഇതേപോലെ ഒരു കുറേ ബോട്ടിലാക്കിയിട്ട് ഇതേപോലെ വെക്കാം. ഞാനൊരു 5-6 ബോട്ടിൽ ഇങ്ങനെ ആക്കിയിട്ട് വെക്കലാണ്. ഇതിൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ലൈഫ് ടൈം ആണ് കേട്ടോ. ഒന്നും സംഭവിക്കില്ല, ഒരുപാട് കാലം നിൽക്കും. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇതുണ്ടെങ്കിൽ നോമ്പിന് ഒരു റാഹത്താണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അല്ല, നമുക്കിത് സർബത്ത് ഉണ്ടെങ്കിൽ നല്ലൊരു റാഹത്താണ്. എല്ലാവർക്കും ഇഷ്ടമാണിത്. ഒന്നുകിൽ ലെമൺ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ വെറുതെ ഏലക്കായി ഒന്ന് ഫ്ലേവർ ഇട്ട് കൊടുത്തിട്ട് വെള്ളത്തിൽ കലക്കുക, എങ്ങനെ വേണമെങ്കിലും ഇത് കലക്കിയെടുക്കുക. പാല് പിന്നെ നമ്മൾ നോമ്പിന് അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഈ 2 രീതിയിലാണ് നമ്മൾ കലക്കിയെടുക്കൽ. അപ്പോൾ ഇതും അടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് നമുക്ക് ഇതും ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയും സംഗതികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. ഇനി വരുന്ന വീഡിയോയിൽ അടുത്ത ടിപ്സും കാര്യങ്ങളൊക്കെ കാണിക്കട്ടോ. അപ്പോൾ ഇന്നത്തെ കാണിച്ച എല്ലാം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകണ്ട. എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.